ഒരൊറ്റ രാത്രി കൊണ്ട് ജനശൂന്യമായ ശാപഗ്രാമം. അനേകം നിഗൂഢതകൾ ഉറങ്ങുന്ന പല ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ചും നാം കേട്ടറിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ ഒരു ഗ്രാമമാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കുൽധാര. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു നിഗൂഢ ഗ്രാമമായാണ് കുൽധാര അറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ പലിവാൾ ബ്രാഹ്മണർ വസിച്ചിരുന്ന അതിസമ്പന്നമായ ഈ ഗ്രാമം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ജനശൂന്യമായത്. ഗ്രാമവാസികൾ ഒന്നടങ്കം എവിടേക്കാണ് അപ്രത്യക്ഷരായതെന്ന് ഇന്നും ആർക്കും അറിയില്ല. പ്രാദേശിക ഐതിഹ്യങ്ങൾ പ്രകാരം ജയ്സാൽമീറിലെ ക്രൂരനായ ഒരു മന്ത്രിയുടെ പീഡനങ്ങളിൽ സഹികെട്ടാണ് ഗ്രാമവാസികൾ നാടുവിട്ടത്. പോകുന്നതിനു മുമ്പ് ഇനി ആർക്കും ഈ മണ്ണിൽ വസിക്കാൻ കഴിയില്ലെന്ന് അവർ ഗ്രാമത്തെ ശപിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും കല്ലിൽ തീർത്ത വീടുകളുടെയും പാതകളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കേടുപാടുകൾ കൂടാതെ നിൽക്കുന്നുണ്ടെങ്കിലും ആരും അവിടെ താമസിക്കാറില്ല. വിചിത്രമായ ശബ്ദങ്ങളും അദൃശ്യമായ സാന്നിധ്യവും അനുഭവപ്പെടുന്നുണ്ടെന്ന് കുൽധാര സന്ദർശിക്കുന്ന പലരും സാക്ഷ്യപ്പെടുത്തുന്നു. പാരാനോർമൽ ഗവേഷകർ ഇവിടെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അമാനുഷിക ശക്തികളുടെ സാന്നിധ്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. വരൾച്ചയോ ജലക്ഷാമമോ കാരണമാകാം ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടതെന്ന് ഒരു വിഭാഗം വിദഗ്ധർ വാദിക്കുമ്പോഴും ശാപത്തിന്റെ കഥകൾക്കാണ് കൂടുതൽ പ്രചാരമുള്ളത്. ഇന്ന് രാജസ്ഥാൻ സർക്കാരിന്റെ കീഴിലുള്ള ഒരു പ്രധാന പൈതൃക വിനോദസഞ്ചാര കേന്ദ്രമാണ് കുൽധാര. മരുഭൂമിയിലെ കഠിനമായ ചൂടിനിടയിലും ഈ ഗ്രാമത്തിലെ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന നിഗൂഢമായ തണുപ്പും നിശബ്ദതയും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന കുൽധാര ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി ഇന്നും നിലകൊള്ളുന്നുണ്ട്.